എല്ലാവർക്കും ഐ ആം ഇൻക്വിസിറ്റീവ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കമൽ. അപ്പം നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് ഗോ 2020 എന്ന ഫോണാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റഡ് ഫോണാണ്. അപ്പം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ടെക്നോ സ്പാർക്ക് ഗോ 2020 പാക്കേജ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പാക്കേജാണ് ഫീൽ ചെയ്തത്. അതേപോലെ അധികം ബൾക്കിയല്ല. അതിൻ്റെ പുറത്ത് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആവരണം ഉണ്ട്. അത് ഒഴിവാക്കുമ്പം പൊട്ടിക്കുമ്പോൾ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ലോഗോ കാണാൻ പറ്റും. എന്താ സംഭവം എന്ന് പരിശോധിച്ചപ്പം ടെക്നോ, അതായത് ടെക്നോ കമ്പനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു ഒഫീഷ്യൽ ഗ്ലോബൽ പാർട്ട്ണറാണ്. അപ്പം അതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ 12+1 മന്ത് വാറൻറ്റി ഉണ്ട്. അതേപോലെ 5 കീ സ്പെക്സ് ഉണ്ട് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ 5000 mAh ബാറ്ററി, 6.52 ഇഞ്ച് ഡിസ്പ്ലേ, 13 MP ഡുവൽ ക്യാമറ, 8 MP സെൽഫി ക്യാമറ, പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. ഇതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ സീല് ബ്രേക്ക് ചെയ്യുമ്പോൾ സീലിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വൺ ടൈം സ്ക്രീൻ പ്രോമിസ്, അതായത് വൺ ടൈം സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് പ്രോമിസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ബോക്സ് തുറന്നു. ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോണ് കാണാം. ഫോണിൻ്റെ കളറ് അക്വ ബ്ലൂ ആണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. വേറെ മറ്റൊന്ന് ഐസ് ജഡേറ്റ് എന്ന് പറയും. അതൊരു പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രീനിഷ് കളറാണ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞു നമുക്കിനി ചാർജറും മറ്റൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് 12+1 മന്ത് വാറൻറ്റി എന്ന് പറഞ്ഞ് വാറൻറ്റി കാർഡ് കാണാം. പിന്നെ യൂസർ മാനുവൽ, വിക്കിപീഡിയ എന്ന് പറയുന്ന ഐറ്റം. അതിൻ്റെ ഉള്ളിൽ പിന്നെയുള്ളത് ചാർജറാണ്, ഇയർഫോണൊന്നുമില്ല. പിന്നെ ചാർജറും ചാർജിങ് കേബിളും ആണുള്ളത്. വാറൻറ്റീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോഴിക്കോട് അവൈലബിൾ ആണ്, എറണാകുളത്ത് അവൈലബിൾ ആണ്, പിന്നെ തിരുവനന്തപുരത്തൊക്കെ അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പം കിട്ടിയതാണ്. പിന്നെ ചാർജിങ് കേബിള്, ചാർജറിനെ പറ്റി പറയുകയാണെങ്കിൽ 5 വോൾട്ടിൻ്റെ ചാർജറാണ്, 1.2 ആംപിയർ. ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ 6.52 ഇഞ്ച് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ ആണ്. താഴോട്ടേക്ക് വരികയാണെങ്കിൽ 3.5 mm പോർട്ട് കാണാം, ചാർജിങ് പോർട്ട് കാണാം. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പവർ ബട്ടൺ കാണാം, അതേപോലെ വോളിയം ബട്ടൺസ് കാണാം. ബാക്കിലോട്ടേക്ക് പോവുകയാണെങ്കിൽ മേലെയും താഴെയൊന്നുമില്ല, സൈഡിലൊന്നുമില്ല. ബാക്കിലോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്പീക്കർ കാണാം. ടെക്നോ സ്പാർക്ക് എന്ന് എഴുതി വെച്ചതിൻ്റെ താഴെയായിട്ടാണ് സ്പീക്കർ വരുന്നത്. ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ കൊള്ളാം. ക്യാമറയുടെ സെറ്റപ്പും കൊള്ളാം. ഡുവൽ ക്യാമറയാണ്. ഏകദേശം 2 ക്യാമറേൻ്റെ നടുവിലായിട്ടാണ് ഫ്ലാഷ് ലൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമറ തീരുന്നതിൻ്റെ നടുവിലായിട്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാണാം. ബാക്ക് കവർ തുറക്കുമ്പോൾ നമുക്ക് 2 നാനോ സിമ്മാണ് ഇതിലിടാൻ പറ്റുക. അതേപോലെ മേലെയായിട്ട് നമ്മളെ ക്യാമറേൻ്റെ സൈഡിലായിട്ട് 256 GB വരെ മെമ്മറി കാർഡും ഇടാം. 5000 mAh ബാറ്ററി കാണാൻ പറ്റും. പിന്നെയുള്ളത് ലോക്കാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് സെൻസർ നോക്കുമ്പം സെൻസർ കുഴപ്പമില്ല, അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഈ റേഞ്ചിൽ കുഴപ്പമില്ലാത്ത സെൻസറാണ്. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ്. ഡോട്ട് നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 1600x720 പിക്സൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. HD+ ഇൻസെൽ TFT ഡിസ്പ്ലേ ആണ്. ക്യാമറ HDR ഉണ്ട്, HDR മോഡ് ഉണ്ട് കൊടുത്തിരിക്കുന്നുണ്ട്. HDR+ ഉണ്ട്, ബ്യൂട്ടി മോഡ് ഉണ്ട്, ബൊക്കെ മോഡ് ഉണ്ട്. ബൊക്കെ മോഡ് ഉദ്ദേശിക്കുന്ന പോർട്രേറ്റ് ആണെന്ന് തോന്നുന്നു, കാരണം അവിടെ 2 മീറ്ററിന് എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ പനോരമ മോഡുണ്ട്. വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് 1080p റെക്കോർഡ് ചെയ്യാൻ പറ്റും, 720p റെക്കോർഡ് ചെയ്യാൻ പറ്റും, 480p റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷട്ടറായിട്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിച്ച് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ആ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിക്ചർ സൈസ് 4:3 റേഷ്യോയിലാണ് വരുന്നത്. 13 MP AI ഡുവൽ ക്യാമറ, 8 MP അവൈലബിൾ ആയിട്ടുള്ളത് സെൽഫി ഉണ്ട്, AI ബ്യൂട്ടി ഉണ്ട്, AI പോർട്രേറ്റ് ഉണ്ട്, വൈൽഡ് സെൽഫി ഉണ്ട്. ഗെയിമിങ് കളിച്ച് നോക്കുമ്പോൾ ഞാൻ ടെമ്പിൾ റണ്ണാണ് കളിച്ച് നോക്കിയത്. കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. മൂവ്സൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. PUBG നമുക്ക് ഏതായാലും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, കാരണം 2 GB 32 GB ഉള്ളൂ. ഞാൻ നോക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ, പക്ഷേ നടന്നില്ല. അടുത്തത് നമ്മൾ അൺടുട്ടുവിൻ്റെ ടെസ്റ്റിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൽ സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം 15 മിനിറ്റോളം എടുത്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അപ്പം അത് നോക്കിയപ്പം കുഴപ്പമില്ല. ഹീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ മൊത്തം ഇരുന്ന് നോക്കിയതാണ്. അപ്പം വളരെ നല്ലൊരു മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് അൺടുട്ടോറിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും മറ്റുമൊക്കെയാണ്. കാരണം 5000 mAh ബാറ്ററി ഉണ്ട്, ലിഥിയം അയോൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. OTG കമ്പാറ്റബിൾ ആണ്.
അതേപോലെ 1600x720 പിക്സൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ്രോയിഡ് 10 ഗോ എഡിഷനാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1.8 GHz കോഡ് കോർ പ്രോസസ്സറാണ്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ 820 പ്രോസസ്സറാണ്. പിന്നെ ഇതിൻ്റെ യു ഐ എന്ന് പറയുന്നത് HIOS ആണ്. HIOS എന്ന് പറയാൻ വേണമെങ്കിൽ HIOS 6.2 ആണ് അവൈലബിൾ. ഗ്രാഫിക്സ് 269 ppi ആണ്, 269 ppi ആണ്. സർവാല്യൂ മിനിമലായിട്ടുള്ള സർവാല്യൂ ആണ്, ഏകദേശം മിഡ് റേഞ്ചിൽ നിൽക്കുന്നതാണ് സർവാല്യൂ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 76.3 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 165.6 mm, ഡെപ്ത്ത് എന്ന് പറയുന്നത് അതായത് കട്ടി 9.1 mm, വെയിറ്റ് ആകെ 193 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അധികം വെയിറ്റ് ഒന്നും കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ 2 ദിവസം യൂസ് ചെയ്തു. ഇതിൻ്റെ യൂസേജ് നല്ലോണം ബാറ്ററി നിൽക്കുന്നുണ്ട്. ആദ്യത്തെ തവണ യൂസ് ചെയ്ത് ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം 2 ദിവസം എനിക്ക് പ്രോപ്പറായിട്ട് നിന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഗെയിമിങ്ങോ അല്ലെങ്കിൽ അധികം ഇൻ്റർനെറ്റോ യൂസ് ചെയ്തിട്ടില്ല. അതുകാർക്ക്, അതായത് പ്രായമുള്ളവർക്ക്, അതേപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടെക്നോ സ്പാർക്കിൻ്റെ ഫോൺ എടുത്തു കൊടുക്കാം കാര്യമായിട്ട് തന്നെ. പിന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്നതിന്, പഠനാവശ്യത്തിനായിട്ടുള്ള അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ഫോണാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ കമൽ സൈനിങ് ഓഫ്.